ഹായ്, ഞാൻ ഇന്ദു. കലാകാരന്മാരുടെയും കലാകാരികളുടെയും സ്വന്തം നാടായ കൊല്ലത്തുനിന്ന് വരുന്നു. സത്യം പറയാലോ പിള്ളേരെ, കഴിഞ്ഞ 3-4 എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ദാരിദ്ര്യമാണേ. വീട്ടിലല്ല, കണ്ടന്റിന്. അങ്ങനെ ഞാനിങ്ങനെ കണ്ടന്റും ആലോചിച്ച് പറമ്പിക്കട തെക്ക് വടക്ക് തേരാപ്പാര നടന്നപ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണില്ലേ, അതുപോലെ എൻ്റെ തലയിൽ ഒന്നും വീണില്ലടേ. പിന്നെ ഒരു ഐഡിയ കിട്ടി, എന്നെക്കുറിച്ച് തന്നെ അങ്ങ് പറയാമെന്ന്. പിന്നെ ഒന്നും പറയണ്ട, എന്നെക്കുറിച്ചല്ലേ. ഇല്ല, പാവയ്ക്ക് കീ കൊടുത്ത കണക്കുണ്ടല്ലോ, ഞാൻ ചറപറ ഓടി നടന്നങ്ങ് എഴുതി. പിന്നെ ഒടുക്കം എഴുതിയിട്ടും തീരുന്നില്ല. അവസാനം ഇത് കണ്ടോണ്ട് വന്ന് എൻ്റെ കെട്ടിയവൻ, എൻ്റെ മോളെ നീ അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നതൊക്കെ കൊള്ളാം, ഉച്ചയ്ക്ക് കഴിക്കാൻ ഞാൻ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചു തരുമെന്ന് നീ വിചാരിക്കേ വേണ്ട, വേണമെങ്കിൽ അടുക്കളയിൽ കയറി ഉണ്ടാക്കിക്കോളാൻ. അതോടുകൂടി എൻ്റെ കീ കൊടുത്തില്ല പാവ കാറ്റഴിച്ചു വിട്ട ബലൂൺ പോലായി. എന്നാലും ഞാൻ തോറ്റു കൊടുത്തില്ല. അപ്പം എന്നെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുകയാണ് കേട്ടോ. അപ്പം നിങ്ങളാരും വിഷമിക്കേണ്ട, കൂട്ടത്തിൽ ഞാൻ നിങ്ങളെയും കൊണ്ടുപോകും. ഈ വിഷമൊക്കെ ഇട്ട് വന്നാൽ അതിനങ്ങ് നമുക്ക് 90കളിലേക്ക് പോകണം. എവിടെ? അല്ലാതെ മസനഗുടി വഴി ഊട്ടിക്കല്ല. അപ്പോൾ ഈ 90കളിൽ പോകുമ്പോൾ നിങ്ങൾ എൻ്റെ ഒപ്പം വരണമെന്ന് പറഞ്ഞാൽ എന്തിനാണെന്നറിയാവോ? നിങ്ങളിപ്പോൾ ന്യൂജൻ ആൾക്കാരല്ലേ, നിങ്ങൾക്ക് എൻ്റെ ഒപ്പം വരാം, എനിക്ക് നിങ്ങളുടെ ഒപ്പവും വരാം. അതെങ്ങനെയാണെന്ന് നമുക്ക് വഴിയെ അറിയാം കേട്ടോ. അങ്ങനെയുണ്ട്. ഏകദേശം എന്നെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് എൻ്റെ അച്ഛനമ്മമാരെ കുറിച്ച് 2 വാക്ക്. എൻ്റെ അച്ഛൻ യൗവനം തുടങ്ങുന്നത് 40-ലാണെന്നാണല്ലോ പറയാറ് പൊതുവെ. അപ്പോൾ എൻ്റെ അച്ഛൻ 40 കഴിഞ്ഞ സമയത്താണ് കല്യാണത്തെക്കുറിച്ച് ചിന്തിച്ചത് തന്നെ. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയുടെ പ്രായം ഞാൻ പറയത്തില്ല കേട്ടോ, പുള്ളിക്കാരത്തി എന്നോട് പ്രത്യേകം പറഞ്ഞു വിട്ടായിരുന്നു പറയണ്ടെന്ന്. അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും കല്യാണത്തിന് വന്നവർക്കൊക്കെ ഭയങ്കര സങ്കടം. ഇത്രയും പ്രായമുള്ള മനുഷ്യനെ കൊണ്ട് എന്തിനാ പെങ്കൊച്ചിനെ കെട്ടിക്കുന്നതെന്ന്. ഇതിങ്ങനെ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ സദ്യയ്ക്ക് സമയമായി. എല്ലാവരും കൂടി ഇടിച്ചു തള്ളി അങ്ങോട്ട് പോയി. ഇലയിട്ടു, ഇഡ്ഡലി വന്നു, സാമ്പാർ വന്നു, വട വന്നു. അച്ഛനെ കുറിച്ചുള്ള ചർച്ച അതോടെ നിന്ന് നമ്മുടെ നാട്ടുകാരല്ലേ ഇഡ്ഡലിയെ സാമ്പാറിനെ കുറിച്ച് അങ്ങ് തുടങ്ങി. അവരവിടെ തുടങ്ങിക്കൊണ്ടിരുന്നു. അച്ഛനും അമ്മയും കല്യാണം കഴിഞ്ഞ് വീട്ടിൽ പോയി. അങ്ങനെ വീട്ടിൽ ചെന്ന് ഏകദേശം അവർ സന്തോഷകരമായ ദാമ്പത്യമായിരുന്നു കേട്ടോ. ഒരു 2 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. എൻ്റെ വീട്ടിൽ ആർക്കും മറക്കാൻ പറ്റാത്ത ദിവസം, എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ജൂലൈ 23 തോന്നുന്നു കേട്ടോ. അന്നാണ് ഞാൻ ജനിച്ചത്. പക്ഷേ ഉണ്ടല്ലോ, ഇതിന് 1 വർഷം മുന്നേ എൻ്റെ ചേട്ടൻ ജനിച്ചായിരുന്നു. ആ ചട്ടിത്തലേന് ഈ കഥയിൽ വലിയ പ്രാധാന്യം ഇല്ലാത്തതുകൊണ്ടാ മുന്നേ പറയാഞ്ഞത്. ഈ ചട്ടിത്തലേന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഇവൻ്റെ ഹെയർ സ്റ്റൈൽ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ കറിച്ചട്ടി എടുത്ത് തലയിൽ കമത്തിയ പോലെ, അതുകൊണ്ട് പറഞ്ഞതാ. പക്ഷേ ഉണ്ടല്ലോ, എൻ്റെ അച്ഛനും അമ്മയും ഞങ്ങൾ സാമ്പത്തികമായിട്ട് അത്ര നല്ല ഫാമിലി അല്ലാത്തത് കൊണ്ടും ആദ്യത്തെ കുട്ടി ആണായതുകൊണ്ടും ഇനി രണ്ടാമതൊരു കുട്ടി വേണ്ടാന്ന് തീരുമാനിച്ചിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല, എന്നെ പ്രഗ്നൻ്റായി 3 മാസം കഴിഞ്ഞപ്പോഴാണ് അമ്മ ആ സത്യം തിരിച്ചറിഞ്ഞത്. അമ്മ ആദ്യം ചെന്ന് പറഞ്ഞത് പാർക്കുട്ടി അമ്മയുടെ തൊട്ട് അപ്പുറത്തെ വീട്ടിലെ അമ്മ. അയ്യോ, എൻ്റെ മോളെന്തിനാ വിഷമിക്കുന്നത്, ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിക്ക് ഒരു കുഞ്ഞിനെ ഒന്നും വളർത്താൻ പറ്റില്ലെങ്കിൽ നമുക്ക് കപ്പയ്ക്ക ഉണ്ടല്ലോ, കപ്പയ്ക്ക ചിലയിടത്ത് ഓമയ്ക്കെന്നൊക്കെ പറയും കേട്ടോ, അതങ്ങ് പരീക്ഷിക്കാന്ന്. എൻ്റെ അമ്മ പിന്നെ അണ്ണാറക്കണ്ണം പറന്ന് പറയുന്നത് ചാടി ഇങ്ങനെ നടക്കുമല്ലോ, അതുപോലെ നാട്ടിക്കണ്ട കപ്പ മരത്തി മൊത്തം കയറി പഴുത്ത കപ്പയ്ക്ക, പച്ച കപ്പയ്ക്ക എല്ലാം തിന്ന് ഒരു പ്രയോജനം ഉണ്ടായില്ല. അത് മാത്രമല്ല, ഈ പൊതുവെ പറയുമല്ലോ പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ലെന്ന്. വെറുതെയാണ് കേട്ടോ, എൻ്റെ അമ്മയെക്കാളും വലിയ പോരാളിയാണ് ഞാൻ. അതാണ് 9ാം മാസത്തിൽ ഇറങ്ങിയിട്ട് ഇപ്പം കൃത്യമായിട്ട് ഇവിടെ നിൽക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, അമ്മയ്ക്ക് എന്നെ വേണ്ടെന്നായിരുന്നല്ലോ. അപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തൊരു കാനഡക്കാരുടെ ഫാമിലി താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെന്നെ ദത്ത് ചോദിച്ചു, അവർക്ക് മക്കളില്ലല്ലോ, അതുകൊണ്ട് ദത്തെടുത്തോട്ടെന്ന് ചോദിച്ചു. രമേശ് ചേട്ടൻ്റെ ആകാംക്ഷ, ഇവള് കാനഡയിൽ പോയി രക്ഷപ്പെട്ടോ അതോ കാനഡക്കാർ ഇവളെ കൊണ്ടുപോകാതെ രക്ഷപ്പെട്ടോ എന്ന്. ചേട്ടാ എന്തായിരിക്കും സംഭവിച്ചിരിക്കുക? അവർക്ക് എന്നെ കൊടുത്തിട്ടുണ്ടാവില്ലേ? അവർ വേണ്ടെന്ന് വെച്ചാണ്. അതാണ് മനസ്സിലിരിപ്പതാ. അതുപോലെ തന്നെ അവരല്ല പക്ഷെ വേണ്ടെന്ന് വെച്ചത് എൻ്റെ അമ്മച്ചി, എൻ്റെ പൊന്നമ്മച്ചി തരുത്തില്ലെന്ന് പറഞ്ഞ് കൂട്ടത്തിലൊരു ഡയലോഗും, അതെ സാമ്പത്തികം ഒന്നും ഇല്ലെങ്കിലേ കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞല്ലേന്ന്. ഈ പൊൻകുഞ്ഞിനെ വളർത്തിയ കഥ നിങ്ങൾ കേൾക്കണം. അവിടെയാണ് നിങ്ങൾ ഞാനും തമ്മിലുള്ള വ്യത്യാസം വരാൻ പോകുന്നത്. നിങ്ങളൊക്കെ ജനിച്ച സമയത്തുണ്ടല്ലോ, നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ ഈ 28 കെട്ടുണ്ടല്ലോ, നൂലുകെട്ട്, ചരട് കെട്ട്, അങ്ങനത്തെ സംഭവം നിങ്ങളുടെയൊക്കെ വീട്ടിൽ അടിയായിരുന്നിരിക്കും. 1.5 പവൻ വേണോ, 2 പവൻ വേണോ, അങ്ങനെ. എൻ്റെ വീട്ടിലും സെയിം അടി. 1.5 വേണോ, 2 വേണോ, അച്ഛൻ 1.5 മതി, അമ്മ 2 വേണം. ഒടുവിൽ അച്ഛൻ തന്നെ ജയിച്ചു. 1.5 ആയിട്ട് അമ്മ അപ്പുറത്തെ കടയിൽ പോയി, ചേട്ടാ 1.5 രൂപയുടെ കറുത്ത ചരട് വാങ്ങിച്ചോണ്ട് വന്നത് പോട്ടടേ. എൻ്റെ 28-നാണോ 48-നാണോ ഇവർ ഉദ്ദേശിച്ചെന്നറിയത്തില്ല, ഇത് ആരെയും സൈസ് ആവുന്നില്ല. എൻ്റെ അമ്മയില്ലേ ഭയങ്കര ബുദ്ധിമതി. അശ്ശേല് കിടന്ന തോർത്തിങ്ങി വലിച്ചെടുത്തു, അതിൻ്റെ ബാക്കി കൂടെ നൂലെല്ലാം കൂടെ പറിച്ചെടുത്തു, അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ, എങ്ങനെയുണ്ട്? പക്ഷേ ഉണ്ടല്ലോ, ചരടിട്ട് കഴിഞ്ഞിട്ട്
ഇപ്പോഴത്തെ ഒരു ന്യൂജൻ പിള്ളേരുടെ ചെവിയിൽ, നിങ്ങളെ എത്ര പേരിൽ അത് പേരുണ്ടാവുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേരുടെ ചെവിയിൽ മെഹവിഷ് മിഷൂഷ്, ലിയാൻഡ്ര സയനോര സാനു അലക്സാണ്ടർ, ഫ്രെഡിനാൻഡ് ഫ്രെഡറിക്. എന്ത് ഷേക്സ്പിയറിന്റെ നാടകത്തിലെ ക്യാരക്ടർ അല്ല, ഇപ്പോഴത്തെ പിള്ളേരുടെ പേര്. പക്ഷേ ഉണ്ടല്ലോ, ഈ 3-ാം മാസം ഒരു ചടങ്ങുണ്ട്, അത് നിങ്ങൾക്ക് ആർക്കും കിട്ടി കാണത്തില്ല, എനിക്ക് മാത്രമേ കിട്ടിയിട്ടുണ്ടാവും. എന്താന്നല്ലേ, 3-ാം മാസത്തിൽ കടം കയറിയിട്ട് എൻ്റെ വീടങ്ങ് വിറ്റ്, അത്രേ ഉള്ളു. പക്ഷെ വീട് വിറ്റതല്ല സംഭവം. അപ്പോഴും വന്ന് നമ്മുടെ പാർക്കുട്ടിയമ്മ, എന്താ ഈ കൊച്ചിന്റെ ജന്മസമയം ശരിയല്ല കേട്ടോ, നാള് ശരിയല്ല, അല്ലാതെ എന്റെ തന്തപ്പടി 7-8 കൊല്ലം മുന്നേ കടം വാങ്ങിച്ചുണ്ടാക്കിയാൽ അവർക്ക് ഒരു കുഴപ്പമില്ല, 3 മാസം മുന്നേ വന്ന എന്റെ കുഴപ്പമൊന്നും.